Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. KSRTC എംപ്ലോയി. എംപ്ലോയി എന്നാൽ ജീവനക്കാരൻ. KSRTC ജീവനക്കാരൻ. ഗ്രാബ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. പിടികൂടി എന്ന് വായിക്കണം. അങ്ങനെയാണെങ്കിൽ ഗ്രാബ്ഡ് എന്ന് വായിക്കണം. KSRTC എംപ്ലോയി ഗ്രാബ്ഡ്. KSRTC ജീവനക്കാരൻ കടന്നു പിടിച്ചു. വുമൺ ഒരു സ്ത്രീയെ. അബോർഡ് എന്നാൽ അർത്ഥം വാഹനത്തിൽ വച്ച് എന്നുള്ള അർത്ഥമാണ്. അതായത് ബസ്, ട്രെയിൻ, കപ്പൽ ഇതിലൊക്കെ കയറുന്നതിന് അബോർഡ് എന്നാണ് പറയുക. ആ ബസ്സിൽ ആയിരിക്കെ, KSRTC ബസ്സിൽ ആയിരിക്കെ, അതിനുള്ളിൽ വച്ച്. അറസ്റ്റ് അദ്ദേഹത്തെ, ആ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ഇതിങ്ങനെ വായിക്കണം, വാസ് അറസ്റ്റഡ് എന്ന് വായിക്കണം. അറസ്റ്റ് ചെയ്തു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇങ്ങനെ വായിക്കണം, KSRTC എംപ്ലോയി ഗ്രാബ്ഡ് വുമൺ അബോർഡ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് വാസ് അറസ്റ്റഡ്. KSRTC ജീവനക്കാരൻ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ കടന്നു പിടിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. ആലപ്പുഴ, കേരള. എ 32-year-old വുമൺ, ഒരു 32 വയസ്സ് പ്രായമുള്ള സ്ത്രീ, വാസ് മൊളസ്റ്റ് എന്നാൽ അർത്ഥം ലൈംഗികമായി പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ലൈംഗികമായി ഉപദ്രവിക്കുക. 32 വയസ്സുള്ള സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചു. അബോർഡ് എ KSRTC ബസ്, ഒരു KSRTC ബസ്സിനുള്ളിൽ വച്ച്, നിയർ ഹരിപ്പാട് ഹിയർ ഓൺ സാറ്റർഡേ, ശനിയാഴ്ച ദിവസമാണ് സംഭവം. ഹരിപ്പാട് എന്ന പേരുള്ള ഈ സ്ഥലത്തിനടുത്ത് വെച്ച്. നിയർ എന്നാൽ അടുത്ത് വച്ച്. ബൈ എൻ എംപ്ലോയി, ഒരു ഉദ്യോഗസ്ഥനാണ് ചെയ്തത്. ഓഫ് ദ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഈ KSRTC ഉദ്യോഗസ്ഥൻ. അതിനിടയിൽ, വൈൽ ഷി വാസ് ട്രാവലിംഗ് ടു വർക്ക്, പോലീസ് പറഞ്ഞു. വൈൽ എന്നാൽ അതിനിടയിൽ, വൈൽ ഷി വാസ് ട്രാവലിംഗ്, ആ സ്ത്രീ യാത്ര ചെയ്യുന്നതിനിടയിൽ, ടു വർക്ക് ജോലി സ്ഥലത്തേക്ക്, ജോലിക്ക് പോകുന്നതിനിടെ, ശനിയാഴ്ച ഹരിപ്പാടിന് സമീപം KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 32 വയസ്സുള്ള ഒരു സ്ത്രീയെ സംസ്ഥാന ഗതാഗത കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരൻ, KSRTCയിലെ ജീവനക്കാരൻ ലൈംഗികമായി ഉപദ്രവിച്ചതായിട്ട് പോലീസ് അറിയിച്ചു. ദി അക്യൂസ്ഡ്, പ്രതിയായ വ്യക്തി. എ ഡ്രൈവർ ഇൻ ദ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, KSRTCയിലെ ജോലി ചെയ്യുന്ന ഡ്രൈവറാണ് ഈ പ്രതി. വാസ് അറസ്റ്റഡ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ബുക്ക് എന്നാൽ കേസെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു. ഫോർ ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ 74, അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് അഗൈൻസ്റ്റ് വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മൊഡസ്റ്റി. ഒഫൻസ് എന്നാൽ കുറ്റം എന്നുള്ള അർത്ഥമാണ്. അപരാധം, ക്രിമിനൽ കുറ്റം. അസോൾട്ട് എന്നാൽ ആക്രമിക്കുക, ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം, ഇതൊക്കെയാണ് അർത്ഥം. അഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്. അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് അഗെയിൻസ്റ്റ് വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മൊഡസ്റ്റി. ഇതിനർത്ഥം സ്ത്രീയുടെ മാനഭംഗം ലക്ഷ്യമിട്ട്, ഒരു സ്ത്രീയെ മാനഭംഗം ലക്ഷ്യമിട്ട് ആക്രമിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുക, ഇതാണ് അർത്ഥം. അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് അഗെയിൻസ്റ്റ് വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മൊഡസ്റ്റി. ഇൻറ്റൻറ്റ് എന്നാൽ ലക്ഷ്യമിട്ടുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഔട്ട്റേജ് എന്നാൽ പീഡിപ്പിക്കുക, ദ്രോഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് മോഡസ്റ്റി, ഇതിനർത്ഥം സ്ത്രീയെ മാനഭംഗം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ സ്ത്രീയുടെ അന്തസ്സിനെയും മാന്യതയെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ, ഇതാണ് അർത്ഥം. ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് മോഡസ്റ്റി. ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത, എൻ ഓഫീസർ ഓഫ് ദ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ സെഡ്, ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രതിയായ വ്യക്തി കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ KSRTCയിലെ ഡ്രൈവറാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഭാരതീയ ന്യായ സംഹിത BNS വകുപ്പ് 74 പ്രകാരം സ്ത്രീയെ മാനഭംഗം ലക്ഷ്യമിട്ട് ആക്രമിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്ത കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായി ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ
പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം ഒക്കേർഡ് ഈ സംഭവം സംഭവിച്ചത് എറൗണ്ട് ഏകദേശം അറൗണ്ട് 6:30 AM ഏകദേശം രാവിലെ 6:30 മണി സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. വെൻ എന്നാൽ ആ സമയത്താണ് സംഭവിച്ചത്. വെൻ ദ വുമൺ ഈ സ്ത്രീ ഹാഡ് ഫാളൻ അസ്ലീപ്പ് ഓൺ ദ ബസ്. ഫാളൻ അസ്ലീപ്പ് എന്നാൽ ഉറങ്ങിപ്പോകുക എന്നുള്ള അർത്ഥമാണ്. വെൻ ദ വുമൺ ഹാഡ് ഫാളൻ അസ്ലീപ്പ് ആ സ്ത്രീ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഓൺ ദ ബസ്സിൽ ആ സ്ത്രീ ഉറങ്ങിപ്പോയി. പോലീസ് പറഞ്ഞു ആ സ്ത്രീ ബസ്സിൽ ഉറങ്ങിപ്പോയിരുന്നു. ആ സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. ഏകദേശം രാവിലെ 6:30 മണി സമയത്ത്. ദി അക്യൂസ്ഡ് പ്രതി അദ്ദേഹം പ്രതി ഹു വാസ് സിറ്റിംഗ് ബിസൈഡ് ഹർ. ബിസൈഡ് എന്നാൽ അരികെ, ബിസൈഡ് ഹർ എന്നാൽ ആ സ്ത്രീക്ക് അരികെ, സ്ത്രീക്ക് അടുത്തായിട്ട് ആ പ്രതി ഇരിക്കുകയായിരുന്നു. വാസ് സിറ്റിംഗ് ഇരിക്കുകയായിരുന്നു. സഡൻലി പെട്ടെന്ന് ഗ്രാബ്ഡ് ഹർ അവളെ കടന്നു പിടിച്ചു. ആൻഡ് ഷീ വോക്കപ്പ് ആ സ്ത്രീ ഉറക്കമുണർന്നു. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക, അതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. ഉറക്കമുണർന്നു. ആൻഡ് റൈസ്ഡ് ആൻ അലാം ഇറ്റ് സെഡ്. റൈസ് അലാം എന്നാൽ ഒച്ച വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഭയം കൊണ്ട് ഒച്ച വയ്ക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്രതി ആ സ്ത്രീയുടെ അരികെ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ സ്ത്രീയെ കടന്നു പിടിച്ചു. ആ സ്ത്രീ ഉറക്കമുണർന്നു. ആ സ്ത്രീ ബഹളം വച്ചു. ഇറ്റ് സെഡ് ആ റിപ്പോർട്ടിൽ പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സബ്സിക്വൻ്റ്ലി അതിനെ തുടർന്ന് ദി അക്യൂസ്ഡ് പ്രതി ഗോട്ട് ഓഫ് ദ ബസ്. ഗെറ്റ് ഓഫ് എന്നാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥം, താഴെ ഇറങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട് ഓഫ്. ദി അക്യൂസ്ഡ് ഗോട്ട് ഓഫ് ദ ബസ്. ബഹളം വെച്ചതിനെ തുടർന്ന് ആ പ്രതി ബസ്സിൽ നിന്നും ഇറങ്ങി. ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലീ. അറ്റംപ്റ്റഡ് എന്നാൽ ശ്രമിച്ചു, ഫ്ലീ എന്നാൽ രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഫ്ലീ പിന്മാറുക, ഓടിക്കളയുക, ഒഴിഞ്ഞു മാറുക, ഓടി രക്ഷപ്പെടുക. ആ സ്ത്രീ ബഹളം വച്ചതിനെ തുടർന്ന് പ്രതി ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബട്ട് എന്നാൽ ബസ് ഡ്രൈവർ ആ ബസ് ഓടിക്കുകയായിരുന്ന ഡ്രൈവർ സ്റ്റോപ്പ് ദ വെഹിക്കിൾ വാഹനം നിർത്തി, ബസ് നിർത്തി. ആൻഡ് കോട്ട് ഹിം ആഫ്റ്റർ എ ചേസ്. ക്യാച്ച് എന്നാൽ പിടികൂടുക, അതിൻ്റെ പാസ്റ്റാണ് കോട്ട് ഹിം. അദ്ദേഹത്തെ ആ പ്രതിയെ പിടികൂടി. ആഫ്റ്റർ എ ചേസ് എന്നാൽ പിന്തുടരുക, പിന്നാലെ ഓടി ആ പ്രതിയെ പിടികൂടി. സ്ത്രീ ബഹളം വച്ചതിനെ തുടർന്ന് പ്രതി ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ബസ് ഡ്രൈവർ വാഹനം നിർത്തി പിന്തുടർന്ന് അയാളെ പ്രതിയെ പിടികൂടി. ആസ് എന്നാൽ ആയതുകൊണ്ട്. ആസ് ദ വുമൺ വാണ്ടഡ് ടു ലോഡ്ജ് എ കംപ്ലൈൻറ്റ്. ലോഡ്ജ് എന്നാൽ പരാതി നൽകുക എന്നുള്ള അർത്ഥമാണ്. ലോഡ്ജ് എ കംപ്ലൈൻറ്റ് പരാതി നൽകുക. ആസ് ദ വുമൺ വാണ്ടഡ് ടു ലോഡ്ജ് എ കംപ്ലൈൻറ്റ് ആ സ്ത്രീ ഒരു പരാതി നൽകാൻ ഉദ്ദേശിച്ചതുകൊണ്ട്, ആ സ്ത്രീക്ക് ഒരു പരാതി നൽകണമായിരുന്നു ആയതുകൊണ്ട്. ദ ബസ് വാസ് ടേക്കൺ ആ ബസ് കൊണ്ടുപോയി. ടു ദ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ ആ ബസ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വാസ് ടേക്കൺ എന്നാൽ കൊണ്ടുപോയി. ടു ദ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ വേർ അവിടെ വച്ച്. ഹെർ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്ത്രീയുടെ മൊഴി വാസ് റെക്കോർഡഡ് രേഖപ്പെടുത്തി. ആൻഡ് എൻ FIR വാസ് രജിസ്റ്റേർഡ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. ദി ഓഫീസർ സെഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആ സ്ത്രീ പരാതി നൽകാൻ ഉദ്ദേശിച്ചതിനെ തുടർന്ന് ബസ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ആ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തുകയും പ്രഥമ വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായി ഉദ്യോഗസ്ഥൻ അറിയിച്ചു.